നമസ്കാരം. 2019 ജനുവരി മാസം 29-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് നേരെ ഒരു സംഘം ഡിവൈഎഫ്ഐക്കാർ കല്ലെറിയുന്നു. അവരുടെ കൂടെ രണ്ടുപേരെ പോക്സോ കേസിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവരെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐക്കാർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞപ്പോൾ പോലീസ് അതിന് വിസമ്മതിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷന് നേരെ അവർ കല്ലേറ് നടത്തുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു. ഇതിനുശേഷം അവർ സ്ഥലം കാലിയാക്കുന്നു. ഭരിക്കുന്നത് പിണറായിയാണ്. പിണറായിയുടെ പ്രതാപകാലമാണ്. പോലീസിനെ ആക്രമിച്ചിട്ട് കടന്നു കളഞ്ഞ ഡിവൈഎഫ്ഐ സംഘത്തെ പിടികൂടാനുള്ള ബാധ്യത പോലീസ് നടപ്പിലാക്കുമോ? സാധാരണഗതിക്ക് നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ അന്ന് തിരുവനന്തപുരത്ത് DCP അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ചൈത്ര തെരേസ ജോൺ എന്ന യുവതിയായിരുന്നു. 3 വർഷം മുമ്പ് മാത്രം സർവീസിൽ കയറിയ ചൈത്ര തെരേസ ജോൺ ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന സമയം ക്രമസമാധാനത്തിന് ചുമതല ചൈത്ര തെരേസ ജോണിനാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കടന്നു കളഞ്ഞ ഡിവൈഎഫ്ഐക്കാർ തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കിട്ടുന്നു. അന്ന് രാത്രിയിൽ ചൈത്ര തെരേസ ജോൺ പോലീസുകാരൻ കൂട്ടി നേരെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പാർട്ടി ഭരിക്കുന്ന സമയമാണ്. ജില്ലാ നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഒരു കാരണവശാലും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. മുകളിൽ നിന്ന് വിളിയുണ്ടായി. ചൈത്ര തെരേസ ജോൺ എന്ന യുവതിയായ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തുന്നവരെ അറസ്റ്റ് ചെയ്യും. ആ തർക്കത്തിനിടയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരുന്ന ക്രിമിനലുകളെ CPM-കാർ പിൻവാതിലൂടെ കടത്തി. അതിനുശേഷം CPM നേതാക്കൾ പിന്മാറി. ചൈത്ര കയറി പരിശോധിച്ചു, പക്ഷെ പ്രതികളെ കിട്ടിയില്ല. ഈ സംഭവത്തിന് പിറ്റേ ദിവസം തന്നെ ചൈത്രയ്ക്ക് സ്ഥലം മാറ്റം കിട്ടി. പിണറായിയുടെ കാലത്ത് അങ്ങനെ സംഭവിക്കൂ. ഇനി നമുക്ക് 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിലേക്ക് വരാം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. സർവ്വസന്നാഹങ്ങളുടെയും സുഖമായി ജീവിക്കാൻ തിരുവനന്തപുരത്ത് ഒരു വാടക വീടെടുത്ത് താമസിക്കുന്നു. ഏതാണ്ട് 5000-ലധികം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വാടക വീടാണ്. ആ വാടക വീട്ടിലേക്ക് CRPF ഉദ്യോഗസ്ഥരുടെ കാവലിൽ 4 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. അവരെത്തി ഏറെ വൈകാതെ മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തി. വെളുപ്പിനെ തന്നെ ചാനലുകളിൽ വാർത്ത വന്നു. കേരളം ഇളകി മറിഞ്ഞു. അതേസമയം തന്നെ കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തയും പിന്നാലെ വന്നു. കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ പിണറായി ഇല്ലാത്ത പിണറായിയുടെ വീടിന് ചുറ്റും തടിച്ചുകൂടി. എന്നിട്ടും തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കാൻ ആളെ കിട്ടുന്നില്ല. CPM നേതാക്കൾ ഏറെ കഷ്ടപ്പെട്ടാണ് ഏതാണ്ട് ഉച്ചയോടുകൂടി അവിടെ ഗുണ്ടാ സംഘത്തെ എത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഭരണത്തിലായിരുന്നത് കൊണ്ട് പോലീസിന് അടികൊണ്ട് പരിചയമില്ലാത്ത SFI-ക്കാരും ആവേശത്തോടെ രംഗത്തെത്തി. കേട്ടറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. കേരളം മുഴുവൻ പ്രതിഷേധം വ്യാപിക്കുന്നു. ഇവിടെ ED-ക്കെതിരെ മുദ്രാവാക്യം മുഴങ്ങുന്നു. സ്വാഭാവികമായും സംഘർഷമുണ്ടാകും എന്ന നിഗമനത്തിലെത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അത്തരമൊരു നിഗമനം ആരും നടത്തിയില്ല. മ്യൂസിയം SHO പ്രശാന്തിന്റെ നേതൃത്വത്തിൽ കുറെ പോലീസുകാർ അവിടെ വന്നു നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യക്കാരായ 2 DCP-മാർ, മലയാളം അറിയത്തില്ല, പിള്ളാരാണ്, ചൈത്ര തെരേസ ജോണിനെ പോലെ 3 വർഷത്തിൽ താഴെ പരിചയമുള്ള DCP-മാർ, അവർ ഇവിടെ വന്ന് പരിചയ സമ്പന്നൻ എന്ന നിലയിൽ SHO പ്രശാന്തിനോടാണ് ഉപദേശം തേടിയത്. പ്രശാന്ത് അവരോട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, എല്ലാം ഞാൻ സംസാരിച്ച് ഒതുക്കിയിട്ടുണ്ട്, ഞാൻ പറയുന്നത് പോലെ ഇവർ കേൾക്കും. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ ഭരണകാലത്തെ സൂപ്പർ DGP-ആയി ജീവിച്ച ആളുകളിൽ ഒരാളാണ് പ്രശാന്ത്. പ്രശാന്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. 10 വർഷവും യൂണിഫോം ഇടാതെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡ്യൂട്ടി എടുത്ത് യൂണിയൻ പ്രവർത്തനം നടത്തുകയായിരുന്നു. ആ പ്രശാന്താണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. പ്രശാന്ത് അവിടെ കയ്യും കെട്ടി നിന്നു. 2 വടക്കേ ഇന്ത്യക്കാരെ DCP-മാർ തിരിഞ്ഞു നിന്ന് കുശലം പറഞ്ഞു. ഏതാണ്ട് 2:30-3 മണിയായപ്പോഴേക്കും റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയാണ്. സാധാരണഗതിക്ക് പോലീസുകാർ ചെയ്യേണ്ടത് അവർക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കണം, അവരുടെ പരിസരത്ത് ആരും വരരുത്, അവരുടെ വാഹന വ്യൂഹത്തെ തടസ്സമില്ലാതെ പോകാൻ അവസരമൊരുക്കി കൊടുക്കണം. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്തില്ല. CPM നേതാക്കളോട് കുശലം പറഞ്ഞുകൊണ്ട് പ്രശാന്ത് അവിടെ തന്നെ നിന്നു. ED-യുടെ വാഹനങ്ങൾ തല്ലി തകർക്കപ്പെട്ടു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കുന്നവർ തടയാനോ അറ്റകൈ പ്രയോഗം നടത്താനോ ഒന്നും പോലീസ് ശ്രമിച്ചില്ല. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് രസിച്ചു നിൽക്കുകയായിരുന്നു ക്രമസമാധാനത്തിന് ചുമതലയുള്ള മ്യൂസിയം SHO പ്രശാന്ത്. പ്രശാന്തിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പ്രശാന്തിന് കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് വലിയൊരു ക്രൗഡായിരുന്നത്. മാത്രമല്ല, പ്രശാന്തിന്റെ കൂറ് പ്രധാനമായും പാർട്ടിയോടാണ്. ഈ ഭരണത്തിന് മോശം ഇമേജ് ഉണ്ടാവാൻ അയാൾ ആഗ്രഹിക്കുന്നു. അയാൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗുണ്ടകളെയും വിളിച്ചു വരുത്താൻ വേണ്ട സഹായം ചെയ്തു കൊടുത്തു. അയാൾ അയാളുടെ ജോലി ഭംഗിയായി ചെയ്തു. കുറ്റം പറയേണ്ടത് ആരെയാണ്? ഇതിന്റെ ഉത്തരവാദിത്വമുള്ള സർക്കാരിനെ, ആഭ്യന്തരമന്ത്രിയെ, മുഖ്യമന്ത്രിയെ. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ്. എന്തിനാണ് ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് റിപ്പോർട്ട്? പോലീസ് ആസ്ഥാനത്ത് ഒരു TV വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് അവർക്കറിയാമായിരുന്നു. ഇത്രയും വലിയ സംഘർഷം നടക്കുമ്പോൾ അവിടെ 2 DCP-മാരെ മാത്രമായിരുന്നില്ല വിടേണ്ടത്.
സിറ്റി പോലീസ് കമ്മീഷണറും IG-യും DIG-യും ഒക്കെ അവിടെ പോകണമായിരുന്നു. വേണ്ടി വന്നാൽ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP അവിടെ പോകണമായിരുന്നു. ED ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സുരക്ഷയും ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. അവർ ചോദിച്ചില്ലെങ്കിലും ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഖേദകരമാണ്. എന്തൊരു ഇന്റലിജൻസ് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത്. രാവിലെ മുതൽ ജനക്കൂട്ടം അവിടെ എത്തിത്തുടങ്ങുന്നു. ഉച്ചയാവുമ്പോൾ സംഘർഷാന്തരീക്ഷമാണെന്ന് അവിടെ കൂടി നിന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയാമായിരുന്നു. എന്നിട്ടും ഇന്റലിജൻസുകാർക്ക് അറിയില്ലെങ്കിൽ ആ ഇന്റലിജൻസിനെ പിരിച്ചുവിടുന്നതല്ലേ നല്ലത്. ഈ സർക്കാരിന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി കൃത്യമായി നടന്ന ആസൂത്രണമാണ് അവിടെയുണ്ടായ സംഘർഷം. അതിന് നേതൃത്വം കൊടുത്തത് CPM യൂണിയൻ നേതാവായിരുന്ന പ്രശാന്ത് എന്ന SHOയും. എല്ലാ ഉത്തരവാദിത്വവും 2 വടക്കേ ഇന്ത്യക്കാരെ DCPമാരുടെ തലയിൽ കെട്ടിവെച്ച് മേലുദ്യോഗസ്ഥന്മാർ കൈയൊഴിയുകയാണ്. അതും പോട്ടെ, ഈ ആക്രമണം നടത്തിയ ആരെയെങ്കിലും അവിടെ പിടികൂടാൻ കഴിഞ്ഞോ? ഒരുത്തനെ മാത്രം പിടിച്ച് വണ്ടിയിൽ കയറ്റുന്ന കണ്ടു. മറ്റക്രമികളെല്ലാം പോലീസിനോട് മെക്കിട്ട് കയറി അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് അവർ സ്ഥലം വിട്ടതിന് ശേഷം പമ്മി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് വാതിക്ക് പോയി നാണം കെട്ട് കൈയും കെട്ട് നിൽക്കുകയാണ്. പ്രതികളെ തരൂ എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി പറഞ്ഞു സൗകര്യമില്ല. എന്തുകൊണ്ട് ചൈത്ര തെരേസ ജോൺ എന്നൊരു DCPക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറാൻ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ, അതും പിണറായി ഭരിക്കുമ്പോൾ, ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഭരിക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് മേലുദ്യോഗസ്ഥന്മാർക്ക് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ കയറാൻ ധൈര്യമുണ്ടായില്ല. ആ ഏരിയ കമ്മിറ്റിയിൽ കയറിയിരുന്നെങ്കിൽ അവിടെ വെച്ചിരുന്ന ആയുധങ്ങൾ അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പ്രതികളെ പിടികൂടാൻ കഴിയുമായിരുന്നു. പോലീസ് പകരം ചെയ്തത് പാർട്ടി നേതാക്കളുടെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതിനേക്കാൾ വലിയ പരാജയം പോലീസിനുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 300ഓളം പേർക്കെതിരെ കേസെടുത്തു എന്നാണ് പറയുന്നത്. ആ 300 പേരെയും പിടിച്ചുകെട്ടി അകത്തിടാനുള്ള ധൈര്യം ആഭ്യന്തര വകുപ്പിന് എങ്ങനെ ഇല്ലാതെ പോയി? പോലീസ് എന്തിനാണ് പ്രതികളുടെ ദയാവായ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? സംശയം വേണ്ട, മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തന്നെ. ഒരു സർക്കാർ ചുമതലയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് പഴയ സർക്കാരിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ മാറ്റം വരുത്തുകയാണ്. 10 വർഷം ഭരിച്ച പിണറായിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അടിമകളാണ് IAS IPS ഉദ്യോഗസ്ഥർ മിക്കവരും. ഇവരിൽ മിക്കവരും മറ്റൊരു ഭരണം കണ്ടിട്ടില്ല, ഭരണമാറ്റവും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് പിണറായി തന്നെയാണ് മുഖ്യമന്ത്രി എന്നാണ്. പിണറായി നിയോഗിച്ച എത്ര ഉദ്യോഗസ്ഥരെ നിങ്ങൾ സ്ഥലം മാറ്റിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത പ്രശാന്ത്. അപ്പോൾ പിന്നെ നിങ്ങളെ കൊണ്ട് എന്താണ് കാര്യം? ആരാണ് DGP നിയോഗിച്ചത് പിണറായിയാണ്. ആ പിണറായി നിയോഗിച്ച DGPയെ മാറ്റാൻ എന്ത് തടസ്സമാണുള്ളത്? ഒരു DGPക്ക് 2 വർഷം സർവീസ് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറയുന്നത് ഒരു നുണയാണ്. സുപ്രീം കോടതി പറഞ്ഞത് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ DGPയെ നിയോഗിച്ചാൽ 2 വർഷം പോസ്റ്റിംഗ് കൊടുക്കണമെന്നാണ്. ഒരു ഉദ്യോഗസ്ഥൻ DGP ആയിരിക്കുമ്പോൾ റിട്ടയർ ചെയ്താൽ അപ്പോൾ അയാൾക്ക് വീട്ടിൽ പോകാം. അയാൾക്ക് 2 വർഷം കൊടുക്കേണ്ട ഒരു ബാധ്യതയുമില്ല. അങ്ങനെയാണ് സുപ്രീം കോടതി ഉത്തരവിന് ശേഷം സംസ്ഥാനം നിയമമുണ്ടാക്കി വെച്ചത്. പിണറായി വിജയൻ റിട്ടയർ ചെയ്തവരെ നീട്ടിക്കൊണ്ടുപോയത് കഴിവില്ലാത്ത മണകൊണാഞ്ചന്മാരെ മാത്രം തനിക്ക് DGPയായി മതി എന്നതുകൊണ്ടാണ്. അതിനർത്ഥം അതേ കീഴ്വഴക്കം ഇവിടെയും തുടരണമെന്നല്ല. എപ്പോഴാണോ റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ പോകാൻ പറയാൻ നിയമം അനുശാസിക്കുന്നു. ഇനി അത് സാധ്യമല്ലെങ്കിൽ പോലും DGPയുടെ പദവി നിർത്തി ശമ്പളം കൊടുത്തുകൊണ്ട് മറ്റൊരു തസ്തികയിലേക്ക് മാറ്റാനുള്ള നട്ടെല്ല് സർക്കാർ കാണിക്കണം. ഇത് തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിലും. പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച, മരമുറി ചാനലിന് ലാഭമുണ്ടാക്കാൻ വേണ്ടി മരം വെട്ടിക്കൊടുക്കാൻ കൂട്ടുനിന്ന, സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിരനിരയായി പുറത്താക്കുന്ന ഡോക്ടർ ജയതിലക് തന്നെ ഇപ്പോഴും ചീഫ് സെക്രട്ടറിയായി തുടരുന്നു. ആ ജയതിലകിന്റെ ഉപദേശമാണ് ഈ VD സതീശന് ഇപ്പോൾ പ്രധാനപ്പെട്ടത്. അയാളെ സസ്പെൻഡ് ചെയ്തോ അല്ലാതെയോ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഭരണം കുളമാകും എന്നതിന് ആദ്യത്തെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് വിവാദം മാത്രം മതി. ആദ്യം മാറ്റേണ്ടത് ചീഫ് സെക്രട്ടറിയെയും DGPയെയും ആഭ്യന്തര സെക്രട്ടറിയെയുമാണ്. ആഭ്യന്തര സെക്രട്ടറിയും പിണറായി നിയോഗിച്ചവരാണ്. അവർ ഈ സർക്കാരിന്റെ ഇമേജ് കളയാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്ന ഉപദേശം കേട്ടുകൊണ്ട് സർക്കാർ മെല്ലെ പോക്ക് നടത്തുന്നു. നോക്കൂ, സത്യസന്ധരായ 2 IAS ഓഫീസർമാർ പ്രശാന്തും അശോകും, 2 പേരും സത്യസന്ധരായതുകൊണ്ട് മാത്രം, പിണറായിയുടെ അടിമപ്പണി ചെയ്യാൻ മടി കാണിച്ചതുകൊണ്ട് മാത്രം അവർ പുറത്താക്കപ്പെടുന്നു. അതിൽ അശോകിനെ പുറത്താക്കിയത് സർക്കാർ അധികാരത്തിൽ നിന്നും പോയതിനു ശേഷമാണ്. UDF വിജയിച്ച് 1 മാസം പിന്നിട്ടിട്ടും അവർ 2 പേരും സർവീസിൽ തിരിച്ചു കയറിയിട്ടില്ല. പറയുന്നത് എന്തു തരം സാങ്കേതിക തടസ്സമാണെങ്കിലും അത് വെറും മുട്ടാനായ മാത്രമാണ്. ഈ സർക്കാരിന്റെ കഴകത്തില്ലായ്മയ്ക്ക് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങളൊന്നും വേണ്ട. മുഖ്യമന്ത്രിയാണ് പരമാധികാരി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ അവരുടെ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് അവരെ സർവീസിൽ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുമായിരുന്നു. പക്ഷെ സത്യസന്ധരെ പുതിയ മുഖ്യമന്ത്രിക്കും ഭയമാണ്. അതുകൊണ്ടാണ് ദിവസം ഇത്രയായിട്ടും അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത്, അവരെ പുറത്തു നിർത്തിയിരിക്കുന്നത്. അവർ സർവീസിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ജയതിലകിന്റെ നേതൃത്വത്തിൽ പിണറായി അടിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിയാസങ്ങൾ അവർ തടയുമായിരുന്നു. നട്ടലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ സർക്കാരിന് നേർവഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അഴിമതിക്കാരായ പിണറായിയുടെ ക്രോണികൾ പറയുന്നത് കേട്ട് നാട് ഭരിക്കുക എന്ന നിരുത്തരവാദപരമായ നിലപാടാണ്
മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും ഏറ്റെടുക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പിണറായി ഇറക്കാൻ ജനം കാത്തിരുന്നത് പോലെ 10 വർഷം വേണ്ടി വരില്ല. അതിനൊക്കെ മുമ്പ് തന്നെ ജനങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് പറയും. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യത നട്ടെല്ലാണ്. ആ നട്ടെല്ലില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. സാങ്കേതിക തടസ്സങ്ങൾ ഇവരുണ്ടാക്കുന്നതാണ്. മുഖ്യമന്ത്രിക്ക് ഒപ്പിടാൻ ഒരു സാങ്കേതിക തടസ്സവും ബാധകമല്ല. നട്ടെല്ലും ആത്മവിശ്വാസം ഉണ്ടാവണം. അതില്ലാത്തതിന്റെ ദുരിതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജനം അപ്പാടെ വെറുത്തുപോയി പിണറായി വിജയൻ ഒരാഴ്ച കൊണ്ട് ഇമേജ് വീണ്ടെടുത്തിരിക്കുന്നു. CPM-നുള്ളിൽ പിണറായി വേണ്ട എന്ന മുറവിളി ഉണ്ടാവുമ്പോഴാണ് ഇപ്പോഴത്തെ വിവാദമുണ്ടാവുന്നത്. അവരെല്ലാം പിണറായി ഭക്തരായി വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇങ്ങനെ പടിപടിയായി അവർ പിടിച്ചു കയറുമ്പോൾ ഈ സർക്കാർ ചട്ടത്തിൻ്റെയും ന്യായത്തിൻ്റെയും പേര് പറഞ്ഞ് സ്വയം അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. അതേ സംശയം വേണ്ട, ഇപ്പോഴും ഭരിക്കുന്നത് പിണറായിയാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് സതീശനാണെങ്കിലും